ഹായ്, ഞാൻ ഇറ്റലിയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ട് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ പുതിയ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പാടില്ല എന്നാണ്. പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളിപ്പം സെൽഫ് ഡിക്ലറേഷൻ ഒരു ലെറ്റർ എഴുതുക, ഞാൻ ഇന്ന പർപ്പസിന് വേണ്ടി പുറത്ത് പോകുന്നു എന്നുള്ള ഒരു ഡിക്ലറേഷൻ. എന്നിട്ട് അതിനകത്ത് ഇതിൽ എഴുതിക്കുന്ന തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ റോങ് ആയ ഇൻഫർമേഷനാണ് കൊടുത്തെങ്കിൽ പോലീസിനും ഗവൺമെൻറ്റിനും ആക്ഷൻ എടുക്കാൻ എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഞാൻ ബേസിക്കലി ഇപ്പോൾ അവിടെ പോകണില്ല, കാരണം ഞാൻ എൻ്റെ സ്കൂള് അടച്ചു. അപ്പം സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. സോ പിന്നെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകും. സൂപ്പർ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ. പിന്നെ ഗാർബേജ് കളയാനായിട്ട് പുറത്തിറങ്ങണം, ജസ്റ്റ് 2 മീറ്റർ. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഈ സെൽഫ് ഡിക്ലറേഷൻ എഴുതിയ പേപ്പർ ഉണ്ടെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ അല്ലാതെ ഞാൻ പോയി കഴിഞ്ഞാൽ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവും. പിന്നെ സൂപ്പർ മാർക്കറ്റിലെ കണ്ടീഷൻ, സൂപ്പർ മാർക്കറ്റിലൊക്കെ എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, ഇത്ര പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ബാക്കിയുള്ളവർ പുറത്ത് ക്യൂ നിൽക്കണം. ടോക്കൺ തരും, ആ ടോക്കൺ നമ്പർ അനുസരിച്ച് അവർ വിളിക്കും, ആ വിളിക്കുന്നവർക്കേ കയറാൻ പറ്റൂ. സൂപ്പർ മാർക്കറ്റ്, വെജിറ്റബിൾ ഷോപ്പ്, പിന്നെ മെഡിസിൻസ്, ഫാർമസി, ഇത് ഇത്രയും ഓപ്പൺ ഉള്ളൂ. ബാക്കി എല്ലാ ഷോപ്പുകളും അടച്ചിട്ടേക്കുമാണ്, വേറെ ഒന്നുമില്ല. ചുരുക്കത്തിൽ ഫുഡും മെഡിസിനും മാത്രം കിട്ടും. അല്ലാതെ കോമൺ ലൈഫ് നോക്കുകയാണെങ്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് എന്താ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഈ പുറത്തുള്ള ഷോപ്പുകളൊന്നും ഇല്ല. മൊത്തത്തിൽ ആൾക്കാരുടെ എണ്ണം പുറത്ത് പോകുന്നത്, ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരുടെ ലൈഫ് ഇത്തിരി മാറിയിട്ടുണ്ടാവാം. ആസ് എ പേഴ്സൺ സ്കൂളിൽ പോകുന്നു വരുന്നു അത്രമാത്രം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ബേസിക്കലി നത്തിങ് ഹാസ് ചേഞ്ച്ഡ് അതർ ദാൻ ദാറ്റ് ഐ എം നോട്ട് ഗോയിങ് ടു സ്കൂൾ ആൻഡ് ഐ സ്റ്റോർഡ് എ ലോട്ട് ഓഫ് ഫുഡ്. കാരണം ഇനി ഇൻ കേസ് ഇതുപോലെ ഞാൻ ഈ ക്യൂ വരുന്നതിന് എനിക്ക് എന്ത് തോന്നിയെന്നറിയില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഈ നിയമം വരുന്നതിന് തലേ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി 1 മാസത്തേക്കുള്ള ഫുഡെല്ലാം വാങ്ങി സ്റ്റോർ ചെയ്തു. മീൻസ് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി വരുവാണോ എന്ന് കരുതിയിട്ട് ഞാൻ ഈ ഡ്രൈ ഫുഡ്, മീൻസ് മാവ് പൊടി, അരിപ്പൊടിയല്ലല്ലോ, ഗോതമ്പ് പൊടി, പിന്നെ കുറച്ച് ക്യാൻഡ് വെജിറ്റബിൾ, അങ്ങനത്തെ ഇൻ കേസ് ഓഫ് എന്തെങ്കിലും പ്രോബ്ലം വരാണെങ്കിൽ സർവൈവ് ചെയ്യാനുള്ള, പിന്നെ കുറച്ച് ബീൻസ് ഐറ്റംസ്, അങ്ങനെ ഓയിൽ, അങ്ങനെ ബേസിക് ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്തു. അത് കാരണം എനിക്ക് ആ ക്യൂയിൽ നിൽക്കേണ്ടി വന്നില്ല സൂപ്പർ മാർക്കറ്റിൽ. അല്ലെങ്കിൽ ഞാനും ഇപ്പം പോയി അവിടെ നിന്ന് കഷ്ടപ്പെടണമായിരുന്നു. ഇനി ഞാൻ കുറച്ച് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് പോവാമെന്ന് കരുതി ഞാൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മെയിൻ റോഡ് വരെ ക്യൂ ആണ്. പിന്നെ ഞാൻ തിരിച്ചു പോന്നു. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.